ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അയൽക്കൂട്ടത്തിലെ സാവിത്രി വന്നിട്ട് രാധമ്മയോട് പറയുക, നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ ശ്രീലക്ഷ്മി മോടെ കാര്യം? ആ രുക്മിണി അവിടിട്ട് കൊല്ലുക അവളെ. വലിയ കഷ്ടമാ ശ്രീലക്ഷ്മിയുടെ കാര്യം. ഇങ്ങനെ പോയാൽ മിക്കവാറും അവളെ അവിടിട്ട് കൊന്നുകളയും. രാധമ്മയും വേണുവേട്ടനും എല്ലാം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ജയൻ പറയുക, ശ്രീലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ ഹരീഷില്ലേ? അത് കേട്ടിട്ട് കൊച്ചമ്മണി പറയാം, അവനെ എന്തിനു കൊള്ളാൻ, എണ്ണയ്ക്കും പിണ്ണാക്കിനും കൊള്ളാത്ത ഒരു മണുകുണാന്. കൊതിഞ്ഞുണക്കാരി സാവിത്രി പറയുക, ഈ തള്ള വാപോയ കോടാലിയാണെങ്കിലേ കാര്യം പറഞ്ഞാൽ ഇവര് പറയുന്നതൊക്കെ ശരിയാ. കൊച്ചമ്മണി ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റിട്ട്, ആരാടി വാപോയ കോടാലി, ആരാടി നിന്റെ ഈ തള്ള? അയ്യോ എൻ്റെ അമ്മയെ വഴക്ക് വേണ്ട, കൂൾ ഡൗൺ എന്ന് സമാധാനിപ്പിച്ച് ജയൻ അവിടെ ഇരുത്തുവാണ് കൊച്ചമ്മണിയെ. ശ്രീലക്ഷ്മി എങ്ങനെ ഇരിക്കുവോ സാവിത്രി? എന്ത് പറയാനാ രാധമ്മ? ആ കൊച്ചിനൊരു മനസ്സുഖവും ഇല്ല. ഒരുമാതിരി ഉമ്മത്തിങ്ങാതുന്ന പോലെ, പാതിരാക്കുരങ്ങിനെ പോലെ ലാഗി നടക്കുക. എന്നാ ഞാനൊരു കാര്യം പറയാം, മ്ലാഞ്ചിയാ നടക്കുന്നതെങ്കിൽ രുക്മിണി എന്തോ കൂടുവത്രം ചെയ്തിട്ടുണ്ട്. അതെന്തെങ്കിലും സംഭ്രമ കൂടുവത്രം ആയിരിക്കും. കൊച്ചമ്മണിക്ക് നല്ല പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് കൊച്ചമ്മണി കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു. വേണുവേശാനെ, രാധമ്മ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അയ്യോ, അവിടെ കണ്ട കാര്യം ഞാൻ എന്തായാലും ഇവിടെ വന്ന് പറഞ്ഞു. ആ കൊച്ചു ഉരുകി ഒരു പിരിയം കമ്പിയിലെ തുണി ചുറ്റിയ രൂപത്തിലായി. എന്തായാലും പറയാനുള്ളത് ഞാനിവിടെ വന്ന് പറഞ്ഞു. പരദൂഷണക്കാരിയാണെന്നാ എന്നെ എല്ലാവരും പറയുന്നത്. എന്തു പറയാനാ, ഞാൻ ചെയ്യുന്നത് ഉപകാരമാണെന്നൊക്കെ എത്ര പേർക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് സാവിത്രി അവിടെ നിന്ന് പോവുകയാണ്. സന്തോഷത്തോടെ ഇരുന്ന ആ കുടുംബം ആകെ കലങ്ങി കണ്ണുനീരിലായി. കൊച്ചമ്മണി പറയാ, അവളൊരു വിഷമാണെങ്കിലും സംഗതി പറഞ്ഞാൽ അവളൊരു പാലും വളവാ. രാധമ്മ വിങ്ങിപ്പൊട്ടി കരയുവാണ്. അത് കണ്ടിട്ട് കൊച്ചമ്മണി വീണ്ടും പറയാം, രാധമ്മ കരയുമൊന്നും വേണ്ട, അവളൊരു കുടുംബിനിയല്ലേ, ഒരു കുടുംബം ആയാലും ഇങ്ങനെയൊക്കെയാ. പ്രിയ പറയാ, അല്ലേലും അവക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ, പഠിക്കട്ടെ അവള്. എടി, അഹങ്കാരം അവക്ക് മാത്രമല്ല നിനക്കുണ്ട്. താണ്ട തള്ളേ, എൻ്റെ നേരെ വന്നാലുണ്ടല്ലോ പറഞ്ഞേക്കാം ഞാൻ. രാധമ്മ ദേഷ്യത്തോടെ, നിർത്തുന്നുണ്ടോ എല്ലാവരും? ശ്രീലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ് ആരും ഇവിടെ തല്ലുണ്ടാക്കണ്ട. എൻ്റെ വേണുവേട്ട, നമ്മുടെ മോൾ ശ്രീലക്ഷ്മിക്ക് മാത്രം എന്താ ഈ വിഷമങ്ങളും കഷ്ടപ്പാടും ഒക്കെ? എനിക്കറിയില്ലടി രാധേ. ഏതൊരച്ഛനും അമ്മയ്ക്കും മക്കളെല്ലാം ഒരുപോലെയാ. പലരും പലതും പറയും. പക്ഷേ ശ്രീലക്ഷ്മിയുടെ സങ്കടം അറിഞ്ഞിട്ട് നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? നീ വിഷമിക്കാതെ രാധേ, നമുക്ക് നാളെ തന്നെ അമ്പലത്തിൽ പോയി അവിടെ പേരി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ മനമുരുകിയുള്ള പ്രാർത്ഥന പുന്നക്കയിൽ അമ്മ കേൾക്കാതിരിക്കില്ല. രാജുവും ഹൃദയയും യാമിനിയും കൂടെ സംസാരിക്കുക. യാമിനി പറയാം, സത്യം പറഞ്ഞാൽ ആ സ്ത്രീ ഒരു കുഴപ്പക്കാരിയല്ല. ഇല്ല ചെറിയമ്മേ, ഒരിക്കലും ഇല്ല, ഒരു കുഴപ്പക്കാരിയേ അല്ല. അവരെ ഏതോ കാരണത്താൽ ഈ അംബിക പെടുത്തിയിരിക്കുക. അതെന്ത് കാരണമോ മോളെ? ആ കാരണം എന്താണെന്ന് മാത്രം അവർ പറഞ്ഞില്ല. പക്ഷെ മേഡം, എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് ആ സംയുക്തയ്ക്ക് ഈ അംബികയെ വലിയ പേടിയുണ്ട്. രാജു, ഈ അംബിക ഒരു അധോലോക നായികയോ വല്ലോ ആണോ? എൻ്റെ ചെറിയമ്മേ, അധോലോക നായികകളൊക്കെ എത്രയോ ഭേദവാ. ഇവരൊക്കെ അധോലോകത്തിൽ ചെന്ന് പെടാൻ എന്തെങ്കിലുമൊക്കെ റീസൺ കാണും മേഡം എന്ന് രാജുവും പറയുക. മനുഷ്യർ ഇത്ര വൃത്തികെട്ട ജീവിയാണോന്ന് ഈ പെണ്ണുമ്പോളെ കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഇവരെൻ്റെ ശേഖരേട്ടൻ്റെയും പ്രതാപേട്ടൻ്റെയും പെങ്ങള് തന്നെ ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ പ്രതാപൻ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രതാപൻ ചോദിക്കുന്നു, എന്താ ഇവിടെ? ഹൃദയ പറയുക, വേണ്ട ചെറിയമ്മേ, അച്ഛൻ വരുന്നുണ്ട്. പ്രതാപൻ വന്നിട്ട് രാജുവിനോട് ചോദിക്കുക, രാജു, ആ പവിത്ര സിസ്റ്ററെ സേഫായിട്ട് കൊണ്ട് എത്തിച്ചോ? ഞാൻ ഉദ്ദേശിച്ചതേ അവരെ എത്തേണ്ട അടുത്ത് കൊണ്ട് എത്തിച്ചോ എന്നാ. എത്തിച്ചു സാർ. എന്നിട്ട് അവരുടെ വീട് കണ്ടോ? അംബിക ആ സമയത്ത് ഒളിഞ്ഞവിടെ നിന്ന് നോക്കുവാണ്. വീട്ടിൽ കൊണ്ടുപോയാണോ അവരെ ആക്കിയതെന്ന്? ഇല്ല സാർ, അവരെ മറ്റൊരിടത്ത് കൊണ്ടുപോയാണ് ആക്കിയത്. രാജു, ഞാനിതൊക്കെ ചോദിക്കുന്നതേ മറ്റൊന്നും കൊണ്ടല്ല. അവരൊരു അഭിമാനിയായ സ്ത്രീയാ. അവരുടെ കാര്യങ്ങൾ അങ്ങനെയൊന്നും അവർ തുറന്നു പറയില്ല. അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാ, അതൊക്കെ ഒന്ന് അന്വേഷിച്ചായിരുന്നോ? രാജുവിനും ഹൃദയയ്ക്കും യാമിനിക്കും ദേഷ്യം വരുന്നുണ്ട്. രാജു അത്ര ഇഷ്ടമില്ലാത്ത രീതിക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സാർ? ഉണ്ടല്ലോ. അവരിപ്പോഴെന്തുവായാലും നമ്മുടെ ഒരു ബന്ധുവായി മാറിയില്ലയോ? അവരെ ഇപ്പം നമുക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ? ഇതുകൂടെ കേട്ടപ്പോൾ അംബികയ്ക്ക് അങ്ങ് ചിരി വരുന്നുണ്ട്. അംബിക അവിടെ ഒളിഞ്ഞു മാറിയത് കേട്ട് ചിരിക്കുവാണ്. ഹൃതികയും വലിയ താല്പര്യമില്ലാത്ത പോലെ. അച്ഛനെന്തിനാ അവരുടെ കാര്യത്തിൽ ഇത്രയും ആകാംക്ഷ കാണിക്കുന്നത്? അവര് കേവലം ഒരു ഹോം നേഴ്സ് അല്ലേ? എന്താ ഹൃതിക നീ ഇങ്ങനെ പറഞ്ഞത്? ഒരുമാതിരി നന്ദികേട് പോലെ. അവരൊരു ഹോം നേഴ്സ് മാത്രമാണോ? അങ്ങനെയാണോ നിങ്ങൾ അവരെ എൻ്റെ മുന്നിൽ ചിത്രീകരിച്ചത്? എൻ്റെ ജീവൻ പിടിച്ച് തിരിച്ചു തന്നതും എന്നെ പരിചരിച്ചതും അവരാണെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? എന്താ അങ്ങനെയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? പ്രതാപനും ദേഷ്യം വരുവാണ്. സങ്കടത്തോടെ ഹൃതിക അതേ അച്ഛാന്ന് പറയാ. പ്രതാപൻ പറയാ, സാധാരണ ഒരു പരിചയമോ ഒരു ബന്ധവും ഇല്ലാത്തവർക്ക് ഒരാവശ്യം വന്നാൽ സഹായിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഒരാളൊരു സഹായം ചോദിച്ചാൽ അത് കൃത്യസമയത്ത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടപ്പെടും. ഇന്നിപ്പോൾ മരണത്തിൽ നിന്നും എന്നെ രക്ഷിച്ച ഒരു സ്ത്രീയാണത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരോട് ദയ കാണിക്കുന്നത്. അല്ലാതെ മറ്റു യാതൊരു അർത്ഥവും ആരും അതിൽ കൽപ്പിക്കേണ്ട കാര്യമില്ല. അത്രയും നേരം അവിടെ മറഞ്ഞു നിന്ന് കേട്ടോണ്ടിരുന്ന അംബിക അങ്ങോട്ട് വന്നിട്ട്, പ്രതാപ, പവിത്ര ഒരു പാവം സ്ത്രീയാ.
വളരെ നല്ലവളും സംസ്കാരമുള്ളവളുവാ. നീ അവളെ വീട്ടിൽ ചെന്നൊന്ന് കാണണം. അതിനെന്താ, ഞാൻ പോകാൻ ചേച്ചി. ഞാൻ ഒറ്റയ്ക്കല്ല പോന്ന്, ചേച്ചി കൂടി എന്നോടൊപ്പം വരണം. ഞാൻ വരാം പ്രതാപ. ഒരു വെറുപ്പും നീരസത്തോടെ പ്രതാപൻ ഋതികൻ രാജുവിനെ യാമിനിയെ നോക്കിയിട്ടങ്ങ് പോവുകയാണ്. അംബികയെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള ദേഷ്യമുണ്ട് രാജുവിന്. രാജു അത് ദേഷ്യത്തോടെ തന്നെയാണ് നോക്കുന്നത്. അംബികയാണെങ്കിലോ വിജയിച്ച ഭാവത്തിൽ ഒരു അഹങ്കാരത്തോടെയും കളിയാക്കലോടെ അവരെ നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് നിൽക്കുവാണ്. രാജു, അച്ഛൻ ഈ കാര്യത്തിൽ ഇന്നസെന്റാ, പക്ഷേ അംബിക ആകെ ഇത് വഷളാക്കും. എന്റെ ദൈവമേ, ഇതെങ്ങനെ പരിഹരിക്കും? ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. ഇനി എന്ത് ചെയ്യും രാജു? അത് എന്നോടാണോ ചോദിക്കുന്നത്? എന്ത് ചെയ്യും രാജു എന്ന്? വലിയ ജീനിയസ് അല്ലേ, എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ നിനക്കുണ്ടല്ലോ. പിന്നെ എന്തിനാ ഈ പാവത്തിനോട് ചോദിക്കുന്നത്? അയ്യോ, എന്നെ അങ്ങ് വിട്ടേക്ക്. എന്താ രാജു ഇങ്ങനെ? എങ്ങനെ? എല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ രാജു. നല്ല ഉദ്ദേശത്തോടുകൂടിയല്ലേ ഞാനിതൊക്കെ ചെയ്തത്. എന്നിട്ടേ ആ നല്ല ഉദ്ദേശം വല്ലതും നടപ്പിലായോ? പറ ഋതു. എൻ്റെ അച്ഛനും അമ്മയും സ്ഥിരം പറയുന്ന ഒരു പല്ലവിയുണ്ട്, വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറിയെന്ന്. ഇതിപ്പോ അങ്ങനെയല്ലേ ആയത്? എന്നിട്ട് അംബികയെ കുറ്റം പറയുന്നു. അവരെക്കാളും ക്രൂരമായ പ്രവൃത്തിയല്ലേ വർമ്മ സാറിന്റെ മകള് ചെയ്തത്? സ്വന്തം അച്ഛനെ ചീറ്റ് ചെയ്യുക. രാജു, അച്ഛനും അമ്മയും ഒരുമിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ രാജു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്? അതെ, ആഗ്രഹമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ചെയ്തതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്താ? പവിത്ര എന്നുള്ളത് ഒരു ഭാവന മാത്രമാണെന്നും ഡയറി നോക്കി വിളിച്ചോണ്ടിരുന്ന സ്വന്തം ഭാര്യയാണെന്നും സാർ അറിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കുന്നത്? ഇത്തരം ഒരു ചതിയുടെ പിന്നിൽ സ്വന്തം ഭാര്യയും മരുമകനുമാണെന്ന് അറിയുമ്പോഴോ? എന്താ, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണോ എന്ന് ചോദിച്ചുകൊണ്ട് യാമിനി അങ്ങോട്ട് വരിക. വല്ലപ്പോഴും ഒക്കെ വഴക്കിടുന്നതൊക്കെ നല്ലതാ. വഴക്ക് കഴിഞ്ഞുള്ള സ്നേഹത്തിനാണെങ്കിൽ നല്ല മധുരവും ഉണ്ടാവും. ഈ ഋതു ചെയ്തു വെച്ചത് എന്താണെന്ന് മേഡത്തിന് അറിയാവോ? ഒരു കഥകളി ഉണ്ടല്ലോ, എന്തോ ഹംസയോ ഹനീഫയോ. അയ്യോ എൻ്റെ രാജു, ഹംസയും ഹനീഫയോ ഒന്നും അല്ല, ഹംസം. അതെ, നളചരിതം കഥയാ. എന്നാലേ ആ ഹംസത്തിന്റെ പണിയാ. ഞാൻ വിശദീകരിച്ച് പറയാം. ഋതിക പ്രതാപന്റെ മുറിയിൽ പത്മാവതി എഴുതിയ പോലെ ഡയറി പവിത്ര സിസ്റ്റർ അവിടെ മറന്നു വെച്ചിട്ട് പോയതാണെന്ന് പ്രതാപന് മനസ്സിലാക്കുന്ന പോലെ, പ്രതാപന് കാണുന്ന പോലെ അവിടെ വെച്ചിരുന്നു. പ്രതാപൻ ആ ഡയറി എടുത്ത് വായിച്ച് പവിത്ര സിസ്റ്റർ വേറെ ആരോ ആണെന്ന് കരുതിയാണ് ഇത്രയും നാളും പ്രതാപൻ പവിത്രയാണ് പത്മാവതി എന്ന് അറിയാതെ വിളിച്ചുകൊണ്ടിരുന്നതും എന്നൊക്കെയുള്ള കഥയാണ് രാജു പറയുന്നത്. കുറ്റം പറയണ്ട രാജു. അച്ഛനും അമ്മയും ശത്രുക്കളായി നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു മകൾക്കുണ്ടാകുന്ന വേദന നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ കാര്യവും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടല്ലേ. നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നത് കാണാൻ ഒട്ടും സുഖമുള്ള കാര്യമല്ല. അതങ്ങ് മറന്നേക്ക്. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എത്രയും പെട്ടെന്ന് ആ ദീപക്കനെ പിടിച്ച് പ്രതാപേട്ടന്റെ മുന്നിൽ കൊണ്ടുപോവാ. അപ്പോൾ അംബികയെന്ന് ഒതുങ്ങും. ആ സമയത്ത് രാജുവിനൊരു കോൾ വരുന്നുണ്ട്. അച്ഛനാണല്ലോ വിളിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും എവിടെ ഉണ്ട് മക്കളെ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടച്ചാ. എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇവിടം വരെ ഒന്ന് വരാവോ? അതിനെന്താ വരാച്ചാ. ഋതു, നാളെ രാവിലെ വീട് വരെ ചെല്ലാവോ എന്ന് അച്ഛൻ വിളിച്ച് ചോദിച്ചത്. എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും രാജു. പ്രതാപൻ റൂമിൽ വന്ന് ആകെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് ഫോൺ എടുത്ത് പവിത്രയെ വിളിക്കുക. ഈ സമയത്ത് പത്മാവതി ഫോൺ കോൾ കണ്ട്, അയ്യോ പ്രതാപേട്ടനാണല്ലോ വിളിക്കുന്നത്. ഞാനാണ് പവിത്രയെന്ന് ഉറപ്പിച്ചതിന് ശേഷമുള്ള വിളിയ. ഭഗവാനെ, എന്തൊക്കെ ചോദിക്കുവോ? അയ്യോ, ഞാൻ എന്തൊക്കെ പറയും? ഹലോ സിസ്റ്റർ, എന്താ തിരക്കിലാണോ? അയ്യോ അല്ലല്ലോ, പിന്നെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ ഇത്ര താമസം? അതെ, ഫോൺ ചാർജിലിട്ടിരിക്കുവാൻ. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി സിസ്റ്ററെ. ഞാൻ വിളിച്ചപ്പോൾ ഒന്നല്ല 2 പ്രാവശ്യം എൻ്റെ വീട്ടിലോട്ട് വന്നില്ലേ. കുട്ടികൾ വീട്ടിൽ കൊണ്ടുവന്ന് വിടുവായിരുന്നല്ലോ, പിന്നെന്തിനാ വഴിക്ക് വെച്ചിറങ്ങിയത്? അത് പിന്നെ ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ വളരെ വാചാലമായിട്ടാണല്ലോ സംസാരിച്ചത്. ഇപ്പോഴെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല സാർ, ഞാൻ വഴിക്ക് ഇറങ്ങിയത് ടൗണിൽ എനിക്ക് 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാ. എന്തായാലും ഒരു വലിയ കടപ്പാടിന്റെ പേരിൽ തന്നെ ആയാലും സിസ്റ്ററെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. സിസ്റ്റർ വലിയ അഭിമാനിയാണെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷെ എന്ത് കാര്യങ്ങളുണ്ടായാലും എന്താവശ്യം ഉണ്ടായാലും അതെന്നോട് പറയണം. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നാൽ പിന്നെ എൻ്റെ ചേച്ചിയോട് പറഞ്ഞാൽ മതി. ഞങ്ങളെ ദയവ് ചെയ്ത് അന്യരായിട്ട് കാണരുത്. എന്തായാലും ഞാനും ചേച്ചിയും കൂടി അടുത്ത ദിവസം തന്നെ സിസ്റ്ററുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അയ്യോ വേണ്ട, വേണം, എതിരൊന്നും പറയരുത്. ഞങ്ങൾ വരും. എന്നാൽ ശരി, ഇപ്പം ഞാൻ ഫോൺ വെക്കുക എന്നും പറഞ്ഞ് പ്രതാപൻ ഫോൺ കട്ട് ചെയ്യുവാണ്. ജയൻ പറയാം, ഹരീഷും ശ്രീലക്ഷ്മിയും തമ്മിൽ നല്ല സ്നേഹത്തിലല്ലായിരുന്നോ? അതിന് ഹരീഷും ശ്രീലക്ഷ്മിയും തമ്മിലാ പിണക്കമെന്നേ അല്ലല്ലോ സാവിത്രി ആന്റി പറഞ്ഞത്. ആ രുക്മിണി പ്രശ്നക്കാരിയാണെന്ന് ആർക്കാ അറിയാൻ വയ്യാത്തത്? നമുക്കെല്ലാവർക്കും അവളെ എത്ര കാലമായിട്ടറിയാം. അച്ഛാ, അത് അവൾക്കും അറിയാമല്ലോ. എന്നിട്ടല്ലേ അവരെ എടുത്ത് തലയിൽ വെച്ചത്. അതുകൊണ്ട് അവൾ അനുഭവിക്കട്ടെ. കൂടപ്പിറപ്പുകളായി എന്നോടും രാജുവിനോടും പെരുമാറിയതൊക്കെ അങ്ങ് പൊയ്ക്കോട്ടെ. വർമ്മസാറിനോടും ഋതുമോളോടും കാണിച്ചെന്നും അങ്ങ് ക്ഷമിച്ചേക്കാം. പക്ഷെ പെറ്റമ്മയോട് അവൾ കാണിച്ചത് നമുക്ക് പൊറുക്കാൻ പറ്റുന്നതാണോ? അത് പ്രിയ പറഞ്ഞ ശരിയാച്ച, പ്രത്യേകിച്ച് ഈ രാധമ്മയോട്. എൻ്റെ അമ്മ തകർന്നു നിന്നത് കണ്ടത് ഞാനാ. എന്നിട്ട് അവൾ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റിയില്ലേ? അമ്മ ആത്മഹത്യ ചെയ്യാൻ വരെ തയ്യാറായതല്ലേ? അവളൊരു മകളാണോ? അച്ഛനും രാജുവും കൂടെ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഇന്ന് ജീവനോടെ കാണുമായിരുന്നോ? നിങ്ങളൊക്കെ അവളോട് ക്ഷമിച്ചാലും ഈ പ്രിയ അവളോട് ക്ഷമിക്കില്ല.
അവൾ അത്രയ്ക്ക് ദ്രോഹമാ അമ്മയോട് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ രുക്മിണി ഈ വീടിന്റെ പിൻവശത്ത് വന്ന് കൂടുവത്രം ചെയ്തപ്പോ അതിനും അവൾ അവരെയാണ് സപ്പോർട്ട് ചെയ്തത്. എന്റെ പ്രിയെ തകർത്ത് കളയുമെന്നും പറഞ്ഞ് അവൾ ഹരീഷിനെയും കൂട്ടി ഇവിടെ വന്നതല്ലേ. ഞാൻ അന്ന് ഇലക്ഷന്റെ മൂടിൽ നടന്നുകൊണ്ടാ, അല്ലെങ്കിൽ ഹരീഷിന്റെ പരിപ്പും പയറും ഞാൻ ഇളക്കി വിട്ടേനെ. രാധമ്മ കരഞ്ഞുകൊണ്ട് പറയാം, അവൾ എന്ത് ചെയ്താലും അവളെ എനിക്ക് മറക്കാനോ വെറുക്കാനോ കഴിയില്ല. പ്രിയെ, അവളും എനിക്ക് നിന്നെപ്പോലെ മകളാ. ഒച്ചമണി അകത്തുനിന്ന് വന്നിട്ട് പറയാം, ദാണ്ട ഇവിടെ നടന്ന നാശകോശങ്ങൾക്കെല്ലാം കാരണം ആ രുക്മിണിയാണ്. ഇവിടെ നാശകോശങ്ങൾ നടക്കാൻ വേദബോധി കൊടുത്ത കൊച്ചമ്മണിയായി പറയുന്നത്. അവളൊരു പൂതനയാ. ഞാൻ ചില ഐഡിയകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചില ഐഡിയകൾ പറയുമ്പോൾ പലർക്കും എന്നോട് പുച്ഛമാണ്. ഞാൻ വലിഞ്ഞു കയറി താമസിക്കുന്നവളല്ലേ, വെറും ബന്ധുക്കാരിയല്ലേ, വിവരമില്ലാത്ത വെറും കഴുതയല്ലേ എന്നൊക്കെ. ഇതൊക്കെ വേണുവേട്ടനെ നോക്കിയാണ് പറയുന്നത്. പക്ഷേ ഈ രാധമ്മ എന്ന നിലവിളക്കിനെയും വേണുവാശാൻ എന്ന പാട്ടവിളക്കിനെയും ഓർത്തിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഞാൻ പറയുന്നത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ദാണ്ടെ രുക്മിണി വീണ് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. ആ രുക്മിണിയെ വീഴ്ത്താനുള്ള പണി ഞാൻ പറഞ്ഞു തരാം. പട്ടിക്കാട് പട്ടേരി എന്നുള്ളൊരു ഉഗ്രൻ മന്ത്രവാദിയുണ്ട്. അങ്ങ് അരുവിക്കരയെ അടുത്ത 2 കരിങ്കോഴിയും 2 കരിമ്പൂച്ചയിലും 1 മൂങ്ങയിലും ഒരു പ്രയോഗം അങ്ങ് ചെയ്തു തരും. പപ്പടവട പൊടിക്കുന്ന പോലെ രുക്മിണിയെ പട്ടേരി പൊടിച്ചു കളയും. അപ്പോഴേ ഇനി മൂങ്ങയും പൂച്ചയും പിടിക്കാൻ പോണോ ഞങ്ങള്? ഒരു നെഗറ്റീവ് മാജിക്. അയ്യോ, ഇത് കൂടുവത്രമല്ല, അതുക്കും മേലെ. വേണുവേട്ടൻ ദേഷ്യത്തിന് പ്രധാണ്ട ഒരു കാര്യം പറഞ്ഞേക്കാം. ഇതൊക്കെ ഒരു താക്കീതായിട്ട് കരുതിക്കോ. ഇവിടെ ഈ വക കൂടുവത്രത്തിന്റെ കാര്യം ഒന്ന് മിണ്ടിപ്പോയേക്കരുത്. ഞങ്ങളൊക്കെ ദൈവത്തിന്റെ കാര്യങ്ങളെ പറയാറും ചിന്തിക്കാറുമുള്ളു. ഈ വക സാത്താൻ സേവയുടെ കാര്യം ഇനി ഇവിടെ മേലാൽ നിങ്ങൾ മിണ്ടിപ്പോയേക്കരുത്. രാജുവും ഋതിക അങ്ങോട്ട് വരുന്നുണ്ട്. ഋതിക ഓടി വന്ന് എന്താ അങ്കിളെ അത്യാവശ്യമായിട്ട് വരണോന്ന് പറഞ്ഞത്? അയ്യോ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഓടി വരണമെന്നൊന്നും ഇല്ലായിരുന്നു, പതുക്കെ വന്നാ മതിയായിരുന്നു. അച്ഛാ, കാര്യം എന്താണെന്ന് പറയച്ച. മോനെ, ശ്രീലക്ഷ്മിക്ക് അവിടെ വല്ലാത്ത പ്രശ്നമാണെന്ന് അറിയാൻ കഴിഞ്ഞത് രാധമ്മ പറയുക. ആ രുക്മിണി അവൾക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല. അപ്പൊ രാജു പറയാം, പിന്നെ അമ്മ എന്ത് കരുതി? രുക്മിണി ഈ ആയുസ് മുഴുവൻ അവൾക്ക് തേനും പാലും കൊടുക്കുമെന്ന് വിചാരിച്ചോ? ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതല്ലേ? വേണുവേട്ടൻ പറയാം, അത് മാത്രമല്ല മോളെ, ജാതകവശാൽ അവൾക്കിപ്പോൾ വളരെ മോശം സമയമാണ്. അച്ഛനിതൊക്കെ അറിയാവുന്നതാണെങ്കിൽ പിന്നെ അച്ഛന് അവളുടെ ജാതകം വെച്ചെന്ന് നോക്കിക്കൂടെ? മോനെ, അത് എൻ്റെ മകളുടെ ജാതകം ഞാൻ നോക്കുന്നത് ശരിയല്ല. ഇനി അല്ലാതെ വേറെന്ത് ചെയ്യും? വേറെ ഒന്നും വേണ്ട മക്കളെ. പുന്നക്കലമ്മയുടെ തിരുനടയിൽ ചെന്ന് ഒരു കൈപ്പണം. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു പൂജാരിയുണ്ട്. അങ്ങേരെ കൊണ്ട് അവളുടെ ജാതകം ഒന്ന് നോക്കിപ്പിക്കണം. അതിനെന്താ, നമുക്ക് നാളെ രാവിലെ തന്നെ പോകാൻ രാധമ്മേ, ഋതിക പറയുക. പുറത്തിറങ്ങിയെന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന രാജുവിനെ ഋതിക വളരെ സന്തോഷത്തോടെ, രാജുക്കുട്ട, രാജുക്കുട്ടനോ? റൊമാൻസ് ആയിട്ട് വിളിക്കുവാണെന്നൊന്നും തെറ്റിദ്ധരിക്കല്ലേ. എന്നെ ചിലപ്പോഴൊക്കെ രാജു ഋതുക്കുട്ടിന്ന് വിളിക്കാറില്ലേ? ആ ഒരു സ്റ്റൈലിൽ ഞാനങ്ങ് വിളിച്ചു പോയത്. എന്നാ ശരി, എന്തിനാ ഋതുക്കുട്ടി വിളിച്ചത്? അപ്പോൾ നമ്മളിന്നിവിടെ ക്യാമ്പല്ല രാജു. നമ്മളുടെ ലൈഫ് അങ്ങനെയാണല്ലോ, ഒരു ദിവസം ഇവിടെങ്കിൽ ഒരു ദിവസം അവിടെ. അതും ലൈഫിനൊരു ചേഞ്ച് അല്ലേ രാജു? ചേഞ്ച് മാത്രമേ ഉള്ളല്ലോ, ലൈഫില്ല. അതെന്താ രാജു അങ്ങനെ പറഞ്ഞ്? നമ്മൾ എന്ന് കല്യാണം കഴിച്ചോ അന്ന് മുതൽ ഇന്ന് വരെ ജീവിതത്തിൽ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ, ഒരു സ്വസ്ഥതയില്ല. അതുകൊണ്ട് ലൈഫും ഇല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ നേരത്തെ കല്യാണം കഴിച്ചു. ഈ അടുത്ത സമയത്ത് ഞാൻ അവനെ കണ്ടു. കുട്ടികൾ എത്രയാടാന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പോഴവൻ പറയാം, കുട്ടികളൊന്നുമില്ലെന്ന്. അയ്യോടാ, അതെന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയാം, ജീവിതത്തിൽ മുഴുക്ക പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ ഒതുക്കിയിട്ട് പരസ്പരം ഒന്ന് നോക്കാൻ പോലും നേരമില്ലെന്ന്. പിന്നെ എങ്ങനെയാ കുട്ടികൾ ഉണ്ടാകുന്നതെന്ന് ആ ഫ്രണ്ട് പറഞ്ഞ വളരെ മണ്ടത്തരവാ. പ്രശ്നങ്ങളില്ലാത്ത ലൈഫില്ല. അങ്ങനെയുള്ളവരൊക്കെ കുട്ടികളില്ലാതെയാണോ ജീവിക്കുന്നത്? അത് ശരിയാറുതോ. ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ പരസ്പരം സ്നേഹിക്കാൻ പറ്റൂ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും കൂടെ വേണം. ഞാൻ ചിന്തിക്കുന്ന അതൊന്നുമല്ല ഋതു. ആ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ നല്ല ഒന്നാന്തരം ഒരു വൈബിൽ പോയി ജീവിച്ചിട്ട് നമുക്കൊരു സമാധാനവും കിട്ടിയില്ലല്ലോ. ഇനി നമുക്ക് വല്ല ശാപം കിട്ടിയിട്ടുണ്ടോ? താണ്ട കൊച്ചമ്മണി അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, എന്റെയും എന്റെ കെട്ടിയവൻ ഓട്ടംതുള്ളലാശാന്റെയും സ്വർഗത്തില് മിക്കവാറും പഴുതാര ശല്യമായിരുന്നു. ആട്ടെ പോട്ടെ, നിൽക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. 3-4 കുഞ്ഞിക്കാലുകൾ നമുക്ക് എന്നാ കാണാൻ പറ്റുന്നേ? ഇനി ഒരു 5 പിള്ളേരായാലും നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ അതിനെയൊക്കെ താരാട്ട് പാടി ഉറക്കിക്കോളാം. നല്ല ഒന്നാന്തരം കുഞ്ഞുങ്ങളായിട്ട് വളർത്തി ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് അങ്ങോട്ട് വെച്ചു തരാം. അളിയൻ്റെ അമ്മ നല്ല സംസ്കാര സമ്പന്നരായ മക്കളായിട്ട് അല്ലേ? അതേ മോനെ. അളിയൻ്റെ അമ്മ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ചിക്കനോ മട്ടനോ എല്ലാം വേണം? ഏയ്, അതൊന്നും എൻ്റെ ഡോഗിന് പോലും വേണ്ട. ഇപ്പൊ 3 നേരം അവക്കാട ജ്യൂസ് അടിച്ചങ്ങ് കുടിക്കും. അയ്യോ, അമുക്കാട അല്ല വല്യമ്മ, അവക്കാടോ. അതെന്ത് തേങ്ങയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് നല്ല ഒന്നാന്തരവാ. വല്യമ്മയ്ക്ക് ഞങ്ങളെ കൊണ്ട് എന്തോ ഒരു കാര്യമുണ്ട്. അതെന്താണെന്നങ്ങ് പറഞ്ഞേരെ. മക്കളെ, നിങ്ങൾ ഈ വീട്ടിലില്ലെങ്കിൽ ഈ വല്യമ്മയ്ക്ക് യാതൊരു സുഖവും ഇല്ല. കപ്പയില്ലാത്ത കള്ളുഷാപ്പ് പോലെയാ നിങ്ങളില്ലാത്ത ഈ വീട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം നിങ്ങളോടൊപ്പം വന്ന് വർമ്മ സാറിന്റെ വീട്ടിൽ നിന്നോട്ടെ. ഉടനെ രാജു പറയാം, അതേ വല്യമ്മേ, അവിടെ വീടിന്റെ വൈറ്റ് വാഷും പെയിന്റിംഗ് പണിയൊക്കെ തുടങ്ങുക. അതുകൊണ്ട് 1 മാസത്തേക്ക് വല്യമ്മയൊന്ന് ക്ഷമിക്ക്.
എന്നാലേ മോനെ രാജു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓട്ടോറിക്ഷയിൽ ആ വീടിൻ്റെ മുൻപിൽ കൂടെ ഒന്ന് പോകും. അവിടെ വൈറ്റ് വാഷും പെയിൻ്റടിയും നടക്കുന്നുണ്ടോ എന്നൊന്ന് അറിയണമല്ലോ. പിന്നല്ല, കൊച്ചമ്മണിയുടെ അടുത്ത് ആ രാജുവിൻ്റെ ഹൃതിയുടെയും കളി. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപൻ പവിത്ര സിസ്റ്ററിന്റെ വീട്ടിൽ പോകാൻ ഒരുങ്ങുവാണ്. കൂടെ ഏതും പോരാ തമ്പികയും കൊണ്ടാണ്. സംയുക്തയെ പവിത്രയാണെന്ന് കാണിച്ച് എത്രത്തോളം പ്രതാപന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാവോ അതൊക്കെ ആ സംയുക്തയെ കൊണ്ട് ചെയ്യിച്ച് ആ പണമെല്ലാം അംബികയുടെ കൈവശമാക്കും. ഇനി എന്നാണോ പ്രതാപൻ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? ഒരുപക്ഷെ പ്രതാപന് തന്നെ ഇതിൽ സംശയം തോന്നി ഇത് പവിത്രയല്ല എന്ന് മനസ്സിലാക്കുമോ എന്നൊക്കെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.